പേടിക്കാനൊന്നുമില്ലടേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഗോപി ഇതെന്നാ ചെയ്യണ്ടേ? ഇത് അവൻ കൊണ്ടുവന്ന പൈപ്പും സാധനം. പൈപ്പാണ് എന്നാ പുറകിൽ കക്കൂസിനോട്ട് വെച്ചേക്ക്. അവിടുത്തെ പൈപ്പ് പൊട്ടി കിടക്കുക, അതെങ്കിലും ആകട്ടെ. ഉണ്ടല്ലേ? അതെ, അല്ല നിങ്ങൾക്ക് എന്നാ ഇരുട്ടത്തിരുന്നോളാന്ന് വല്ല നേർച്ചയുണ്ടോ? ഒരു ജനറേറ്റർ വിളിച്ചു പറയാത്ത എന്നാരും. അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഗീവറീസ് പുണ്യാളത്തിനോട് നേർച്ച നേരണം നന്നായി. ആ കാഴ്ചയോടെ ഞാൻ കൊടുക്കണം. അത് വേണ്ട. ആ നേർച്ച നേർന്നുകൊണ്ട് അവിടെ ഇരുന്നോ. ഹലോ, KCB അല്ലേ? നമ്മുടെ 11-ലെ മെമ്പറാ. തെള്ളിത്തോട്ടി പോയ കറണ്ട് ഇന്നെങ്ങാനും വരുവോ? വൈകോ? ഓ, സമയം എടുക്കുന്ന പറയുന്നത്. നമുക്ക് ഷിൻഡോന്റെ അടുത്തുനിന്ന് ഒരു ജനറേറ്റർ പറയാം. അല്ലേ? വിളി. നമ്മുടെ മില്ലിലെ ഗോപിച്ചേട്ടന്റെ വീട്ടിലേക്ക് ഷെടേന്ന് ഒരു ജനറേറ്റർ വിടും. ഷിൻഡോ ചെറുപെട്ടെന്ന് എത്തിയത്. ബെനിച്ചേട്ടൻ വിളിച്ചപ്പോഴേ ഞാനെങ്കിൽ പോന്നായിരുന്നു. ഒന്ന് പിടിച്ചടാ. അപ്പൊ മെമ്പറല്ല, നമ്മുടെ ജീനക്കൂട്ടർ ആള് വിളിച്ചിട്ട് വന്നതാ. ജനറേറ്റർ വന്നു. നിന്നെ കൊണ്ട് പറ്റിയല്ല. മാറ് മാറ്. ജോമി, ലൈറ്റ്സ് എല്ലാം സെറ്റ് അല്ലേ? ഒരു നാട് മുഴുവൻ ഇരുട്ടത്ത് തപ്പി തടയുമ്പോ നോക്കിക്കാ എനിക്ക് പറ്റില്ല. ബെനിച്ചേട്ടൻ പൊളിയല്ലേ മെമ്പറേ? അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി. ഈ കടമെല്ലാം കൂടെ ഞാൻ എങ്ങനെ വിടുവോ? ടെൻഷൻ വരണോ? അല്ല ഇരിപ്പുണ്ടോ? എവിടാ? സമാധാനം കിട്ടുമെന്ന് കരുതി അതാ വിളിച്ചാ വന്നത്. നമ്മളല്ലേ ഉള്ളു, വേറെ വല്ലതും ഉണ്ടോ? വണ്ടിയാലോ ഒരു ഈച്ച പോലും ഇല്ല. അകത്തൊരു വിളിച്ചോ? ഒരു പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ. ഒറ്റക്കിരുന്ന് കീറ്റിയല്ലേ? ഗോപിച്ചിന് ഒരു വീട്ടിലാ ചോദിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ മൊത്തം കയറ്റും. കുറച്ചോ കുറച്ചോ വെള്ളമൊന്നും ഇല്ലെന്നേ. അങ്ങ് കമത്തിക്ക് ഒറ്റ വലിയ ഒറ്റ ഇറങ്ങി. അയ്യോ, അത് വാട്ടർ വാട്ടറാ. വാട്ടർ വാട്ടറാ. നീ ടച്ചസ് ഇതാ സൂപ്പറല്ലേ? ഇത് ഭയങ്കര കൃതിയായി പോയി കേട്ടോ. പാമ്പെന്ന് എഴുതി വെച്ചാ ഓടുന്ന ഗോപിയുടെ വീട്ടിൽ തന്നെ ഇവ എന്താ കയറി കൂടിയത്. ഇനി മനഃപൂർവ്വം ആരെങ്കിലും കേട്ടിട്ട് ഒന്ന് നിർത്തിക്കണേ. നിങ്ങൾ ഒരുമാതിരി സീഡ് കളിച്ചോണ്ടിരിക്കാതെ അതിനെ പിടിക്കാനുള്ള വഴിയാണോ? ഇത് ചില വാറണ്ട് പ്രതികളെ പിടിക്കാൻ പോകുന്ന പോലെയാണ്. നമ്മൾ നേരിട്ട് കയറി ചെല്ലുന്നത് ബുദ്ധിയല്ല. ആദ്യം അവൻ എവിടെയാ പതുങ്ങിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ബാക്കി പണി പ്ലാൻ ചെയ്യാൻ. അതെ, നിലത്തെന്നേലും അനക്കൊണ്ടായ പാമ്പ് അത് കറക്റ്റായിട്ട് പിടിക്കും. പിന്നെ കൊത്തങ്ങ് പിടിച്ചെന്നാ മതി. പിന്നെ പറന്നു പറ്റുള്ളൂ. ഡബിൾ കറക്റ്റ്. പോലീസ് പാമ്പായി. വിളിം സാറേ, പാമ്പിനെ നിരീക്ഷിക്കാൻ അടുക്കളയിലേക്ക് ഒരു ഡ്രോൺ അങ്ങ് പറത്തിയാലോ? ഡ്രോൺ അത് ഈ കല്യാണോട്ടിലൊക്കെ പറപ്പിക്കണ വിമാനല്ലേ പാപ്പാ? നടപടിയാവുന്ന കേസാണോ? അങ്ങ് നടക്കുന്നേ. നമ്മുടെ കൂടുതൽ പയ്യനുണ്ട്, ഞാൻ അവനെ വിളിക്കാം. അത് പെട്ടെന്ന് വിളി. ഈ ഡോറൊന്ന് വിളിച്ചേ. എല്ലാം നടപടിയാവോ? വാടാ മോനെ. ഷൈനെ, എടാ നമ്മള് പണ്ടാ കൈലാസത്ത് ട്രെയിനിന് പോയത് ഓർക്കുന്നുണ്ടോ? വൻ കോമഡി ആയിരുന്നല്ലടാ. സാറേ ലേറ്റ് ആക്കാനൊക്കത്തില്ല.
എനിക്ക് പോയിട്ടൊരു മെഹന്തി ഫംഗ്ഷൻ ഉള്ളതാ. ആ. എന്നാ ഷൂട്ട് ചെയ്യണ്ടേ? വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. എടാ ഇത് വലിയ ഷൂട്ടിംഗ് പരിപാടി ഒന്നുമല്ല, ഒരു ചെറിയൊരു നിരീക്ഷണ പരിപാടി, അത്രേ ഉള്ളൂ. ആ എന്നാ പരിപാടിയാ? വിളിച്ചപ്പോൾ ഷൂട്ടാന്നല്ലേ പറഞ്ഞേ, പിന്നെ മാറ്റി പറയുന്നേ? എടാ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീടാ. ഈ വീടിന്റെ അടുക്കളയിൽ നിന്നൊരു പാമ്പ് കയറി, അതിനെ പിടിക്കാൻ വന്നവനെ അത് കയറി കൊത്തുകയും ചെയ്തു. പിന്നെ പേടിച്ചിട്ട് ആരെങ്കിലും ഇതിനകത്ത് കയറുകൂടാൻ പോയി. നിന്റെ ഈ ക്യാമറ കൊണ്ടേ അതിരിക്കുന്ന എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ചു തന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ. അത് പറ്റത്തില്ല സാർ, എന്നെ വേണ്ടത്തിരി പറയുന്നേ. വീട്ടിന്റെ അത് ഡ്രോൺ കയറ്റാനോ? ഇതിന്റെ വെന എന്നാന്നൊരു സാറിന് അറിയാവോ? സാർ വല്ല പാമ്പെടുത്തക്കാരൻ വിളിക്കേ, ഞാൻ പോയിക്കോ. അല്ല ഇങ്ങോട്ട് മാറില്ല, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. നീ കൊണ്ടുവന്ന് ഈ ക്യാമറയ്ക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസോ? അതിനകത്തിന് പിന്നെ നിനക്ക് തോന്നിയിടത്തോടൊക്കെ പറത്തി കളിക്കാൻ ആകാശം നിന്റെ അപ്പന്റെ വകയല്ലേ? അത് പോട്ടെ, നീ വന്ന ഈ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ? ഉണ്ടോ? ബുക്കും പേപ്പറും ഉണ്ട്, പക്ഷെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ താക്കോൽ എടുക്കും. താക്കോൽ എടുക്കണല്ല, എടുക്കെടുക്കും. ഞാനിപ്പോ വിളിക്കാൻ സ്റ്റേഷനിലോട്ട്. അവര് വന്നിട്ട് നിന്റെ ഈ വണ്ടിയും കിണ്ടിയും കിടുതാപ്പും എല്ലാം ചുമന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടിടും. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് എവിടെയാ പറത്തണ്ടേ? വാ എടുക്ക്. എവിടെയാ പറത്തണ്ടേ? എടുക്ക്, കാണിച്ചു തരാം. വാ വാ വെച്ചതാ, വാ വാ. ആ പിറ്റായി വാടാ പോയി. ആ എല്ലാരും വാന്നേ. അങ്ങോട്ട് കൊണ്ടുപോകാൻ അതെ, ആ അടുപ്പിന്റെ അപ്പുറത്തോടൊന്ന് പറപ്പിച്ച് അവിടെ ഞാൻ ചൂട് വെച്ച് കിടപ്പുണ്ടോ? പിന്നെ അടുപ്പ് പറ്റി കിടക്കാൻ പൂജയല്ലേ? പോടാ, നിലത്തിറങ്ങാതെ എത്ര നേരം പറക്കൂടാ? എടാ ഒന്നും മിണ്ടായിരിക്കണം, അവൻ പണി വെക്കട്ടാ പോയി. അവിടെ കണ്ടൊരു അനക്കം കണ്ടോ? ഇതേ പാമ്പ്. അതാ ഇതില് നല്ലത്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ. അങ്ങനെ അതും പോയി. എന്റെ ഡ്രോള് ഞാൻ എന്തെടുത്തിട്ടുണ്ടാകണോ? എന്തെങ്കിലും ഒരു മാർഗം ഇതിലെല്ലാരും കൂടി കണ്ടുപിടിക്കും. ഇനി ഒന്നും നോക്കണ്ട, ഒരു കുഞ്ഞ് ഡൈനാമിറ്റ് വെച്ച് നമുക്ക് ഈ അടുക്കള അങ്ങ് പൊളിച്ചാലോ? കള്ളു കുടിക്കാനും കോട്ട് വായി ഇടാനുള്ള ഇയാൾ മാത്രം നേക്കരുത്. മോനെടാ അത് സമാധാനമായില്ലേ? അതിന്റെ കാശൂടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം മക്കളെ. സന്തോഷമായല്ലോ. ഇവനൊരെണ്ണം കൊടുത്താലോ? ചേട്ടാ ചേട്ടാ പേരെന്നാ? എന്റെ പേര് ചന്ദ്രനാ, പക്ഷെ നാട്ടുകാര് ഏഷ്യാഡ് ചന്ദ്രൻ എന്ന് വിളിക്കും. കുഞ്ഞിനെ എന്നാ തിരിച്ച്? അടുത്ത മാസം അവസാനം. ആണോ? അയ്യോ, ഫോറിനാണോ? ഓ അയ്യോ, പുക മാത്രമേ ഉള്ളോ? തീയൊന്നും കൊണ്ടുവന്നില്ലേ വണ്ണപ്പം? പിടി ആഹാ, അടി. സ്പിരിറ്റാ കൂടുതല്. അതെ, എങ്ങനെ മനസ്സിലായി? നമ്മളിതായിട്ടല്ലേ ഡെയിലി അടിയും കളിയും. ഓഹോ, ബാറിലാണോ? അല്ല, ഞാൻ സ്വന്തം ബിസിനസ്സാ. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പരിപാടിയാന്നേ. എന്നാട്ടാ? കാച്ചലാ മോനെ. ഓ, കള്ളമാറ്റാണല്ലേ? അയ്യോ, നല്ല മാറ്റാ. അമ്മായിയപ്പനാ നമ്മുടെ ടെസ്റ്റർ. പുള്ളി കുഴഞ്ഞാ ഒരു കുപ്പി 3 ആക്കാം. പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ച സ്പോർട്സ് ഫീൽഡ് ആണോ? ഏഷ്യാഡ് ചന്ദ്രൻ. അതെ,
ഈ എക്സൈസുകാർ വരുമ്പോ നിർത്താതെ മൈലുകളോളം ഓടി ഓടി വീണ പേരാ ഏഷ്യാടി ചന്ദ്രൻ. പിന്നെ ഞാൻ നോക്കിയപ്പോ നമ്മുടെ തൊപ്പിയിലൊരു പപ്പ. അതങ്ങനെ തന്നെ ഇരിക്കുന്നു. ഈ പപ്പായും ഗോപിച്ചേട്ടൻ നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു? അയ്യോ മുടിഞ്ഞ ബന്ധമല്ലായിരുന്നോ? ഈ എല്ലും കപ്പയും പോലെ. ഓ ഭയങ്കര ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇപ്പോഴും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നുണ്ടെന്നാ. പക്ഷെ ആരെങ്കിലും ഒന്ന് പിരികേറ്റണം. എന്നാ ഞാനിപ്പോ ഇപ്പോ അല്ല അപ്പൊ ഇത് ചേട്ടൻ വെച്ചോ വെച്ചോ അടിച്ചു 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 നല്ല